സായുധരെ, കലാസ്നേഹികളെ, ഇതല്ല വീംപുരാൻ മുതലായ സൂപ്പർ ഹിറ്റ് നാടകങ്ങൾക്ക് ശേഷം മലങ്കര തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ 136ാമത് ഇതിഹാസ നാടകം ഹൈപ്പർബലി. സംഘടനം നടുവെട്ടിയ റിജോ, വസ്ത്രാലങ്കാരം ഞരമ്പ് വിദഗ്ധൻ സാബു, നൃത്തം ചെറുപ്രായത്തിൽ തന്നെ കിതപ്പ് ബാധിച്ച ജിബിൻ, ശബ്ദ സംയോജനം മയക്ക് വിദഗ്ധൻ അജിത്, കഥ തിരക്കഥ, സംഭാഷണം, സംവിധാനം നമ്മുടെ ഇടയിലെ വലിയ കളിക്കാരൻ അഖിൽ പോൾ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖങ്ങൾ ട്യൂബ് ലൈറ്റ് ബോബി, ലിപ്സിംഗ് രാജ ഡെന്നി, പെട്ടുപോയ അലനും അമലും. അടുത്ത ഒരു ബെല്ലോട് കൂടി അരങ്ങിൽ ഹൈപ്പർബലി. കട്ടപ്പണ്ണ, നിങ്ങൾ എങ്ങനെയാണ് ഈ സിംഹാസനത്തിന്റെ അടിമകളായത്? ഒന്നും പറയണ്ടാവേ. പണ്ട് സൈന്യം ദൂരെ ഒരു രാജ്യം ആക്രമിക്കാൻ പോയി. അവിടെ വെച്ച് സൈന്യാധിപൻ മരിച്ചു. എന്നിട്ട് 2 വർഷത്തെ PSC ലിസ്റ്റ് ബാക്കി നിന്നിട്ടും അന്നത്തെ രാജാവ് പുറംവാതിൽ നിയമനം വഴി എന്റെ മുത്തശ്ശൻ കട്ടപ്പനയിലെ കുട്ടപ്പനെ സൈന്യാധിപനാക്കി. അന്ന് ഇവിടുത്തെ വാക്കാവോയെ എല്ലാ തലമുറയും സിംഹാസനത്തിന്റെ അടിമയായിക്കൊള്ളാമെന്ന്. എന്നിട്ടാ യുദ്ധം ജയിച്ചോ? കോപ്പ് ജയിച്ചു. എടാ, തെങ്ങ് കയറ്റക്കാരന്റെ കയ്യിൽ വാൾ വെച്ചു കൊടുത്താൽ യുദ്ധം ജയിക്കുവോ? ആദ്യത്തെ അമ്പ് വന്നപ്പോ തന്നെ നെഞ്ചിത്താച്ചു കയറി മരിച്ച? അല്ല, ആദ്യത്തെ അമ്പ് വന്നപ്പോ തന്നെ പേടിച്ച ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അല്ല, പിന്നെ എന്തിനും അങ്ങനെ ഈ പറ്റാത്ത പണിക്ക് പോയേ? എടാ, TA, DA, ഗ്രാറ്റുവിറ്റി 2 വർഷം കംപ്ലീറ്റ് ചെയ്താൽ പെൻഷൻ. ഇത് തട്ടിപ്പോയാൽ ആശ്രിത നിയമനം. അപ്പനും അപ്പം വീഴും. നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ അടിയാ. അല്ലെങ്കിൽ ബെസ്റ്റ് ഇരിക്കുമായിരുന്നു. അതല്ലടാ, ആ പല തെറിച്ച് അപ്പനും മോനും വരുന്നത്. വില്ലാളി വീരൻ, കുമ്പളങ്ങാ ദേശത്തെ മല്ലനെ ഒറ്റ കൈ കൊണ്ട് തൂക്കിയടിച്ച വീരശൂര പരാക്രമി MD, DM, DND, FSC, JCD, ISO. എന്ത് പറ്റിയ രാജൻ? അല്ല, ആര് വരുന്നെന്ന് പറഞ്ഞു? അയ്യോ, അത് അങ്ങേ പറ്റിയ പറഞ്ഞതാണ്. എന്നെയോ? അതെ രാജൻ, മുഴുവനും. ജസ്റ്റ് ഫോർ ഫൺ. കേട്ടിട്ടുണ്ട്, രോമം എഴുന്നേറ്റ് നിൽക്കുന്നു. അവനെ ബല്ലാൽ ദേവന്റെ സ്റ്റാച്യു ഉയർത്തുന്നിടത്തേക്ക് അയക്കും. എന്തിനെ? അവൻ മുടിഞ്ഞ തള്ളല്ലേ, അവനത് ഒറ്റയ്ക്ക് തള്ളി ഉയർത്തിക്കൊള്ളും. അതിരിക്കട്ടെ, ബാഹുബലിയോടെ ബാഹു രാവിലെ ആനയെ തുളച്ച് ജനങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്ത് പിള്ളേർക്ക് ആമ്പൽ പൂവും പറിച്ചു കൊടുത്ത് പാട്ട് പാടി വരുന്നുണ്ട്. മനുഷ്യനായ ഒറ്റക്ക് നാണം വേണം. ഞാൻ പറഞ്ഞില്ലേ, അവൻ ഹൈപ്പറാണ്. ഹൈപ്പർബലി. അമ്മനെ രാജാവാക്കരുത്. ബല്ല, നീ ഇതുവരെ എന്ത് ചെയ്തു? ഞാൻ രാവിലെ എഴുന്നേറ്റ് 50 മുട്ട തിന്നു. അതിനുശേഷം 50 പുള്ളപ്പും 50 പുഷപ്പും എടുത്തു. പിന്നെ ഞാൻ പോയി 2 കാളകളെ ഇക്കിലിട്ട് വീഴ്ത്തി. നീ എന്റെ മോൻ തന്നെ, ഒട്ടും കലർപ്പില്ല. അച്ഛാ, ഞാൻ ഒരു പുതിയ ടാലന്റ് കൂടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതെന്തരടേ? നിന്റെ ഈ 6 പാക്ക് കൊണ്ട് ബെല്ലി ഡാൻസ് കളിക്കുന്നതോ? നോ, ആദ്യം അമ്പുകൾ ചെയ്തിട്ട് അതിന് ചുറ്റും വട്ടം വരച്ചിട്ട് ഉന്നത്തി കൊള്ളിച്ചു എന്ന് പറയാ. നോ, അതൊന്നല്ല. പാട്ട് പാടി തിരികെടുക്കുക. ലെറ്റ് മീ ഷോ യു സം ഡിസ്റ്റൻസ് പ്ലീസ്. Shall I?
ഇതെന്താ ഒരു പശു അമർന്ന ശബ്ദം? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? യഹാ ക്യാ ഹോ രഹാ ഹൈ മാമ? നീ ഒന്ന് കേറിയല്ലേ ഉള്ളൂ, എന്തിനാണ് ഈ തൊള്ള വിളിക്കുന്നത്? അല്ല, ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഫോഗാണ് നടക്കുന്നത്. മൊത്തം ഒരു പുക. ഭഗവാൻ ദേവൻ, എന്റെ മകൻ പാട്ടുപാടി തിരികെടുത്താൻ പോകുന്നു. അത് എളുപ്പമല്ലേ? അത്തള വിത്തള തവളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പ് മറിയം വന്നു വിളക്കൂതി. ഹൈപ്പർബലി. അച്ഛാ, മോനെ, അവൻ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. അത് പോട്ടെ, ആരെവിടെ? ഓ, അവിടെയൊന്നും ആരുമില്ല പ്രഭു. അതല്ല, ആരെവിടെ? ആ ശരിയാ, ഇവിടെ ഒരു ആരുണ്ട് കേട്ടോ. ആരെവിടെ? അളിയൻ, അല്ല അടിയൻ. രാജഗുരുവിനോട് വരാൻ പറയൂ. അണ്ണാ രാജഗുരു നോണ്ട വിളിക്കുന്ന കേട്ടാ. നോക്കൂ, നമ്മുടെ പൂജ. ബാക്കി പൂജ നമുക്ക് വന്നിട്ടാകാം. തള്ളേ സരസു, എന്നെ വിളിച്ചോ? വരണം വരണം മിസ്റ്റർ രാജഗുരു. അങ്ങയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നമ്മുടെ രാജകുമാരന്മാർ എങ്ങനെയുണ്ട്? അയ്യോ, ഇതുപോലെ തലതെറിച്ചവന്മാർ. രാജഗുരു, അയ്യോ സോറി, ഇതുപോലെ തിരുശിരസ് തെറിച്ച രാജകുമാരന്മാർ വേറില്ല. ഒരു ഗ്ലാസ് പാല് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരുത്തൻ പോയി കാളയെ കറന്ന് അതിന്റെ ചോരയും നീരും കൊണ്ടുവരും. മറ്റവൻ പോയി പാൽക്കാരിയെ കറക്കും. അവസാനം എനിക്ക് മാത്രം പാല് കിട്ടില്ല. ഗുരു, അങ്ങ് പറഞ്ഞത് തെറ്റ്. ഇനി ഞങ്ങളെ പറ്റി അങ്ങനെ പറയരുത്. പറയും പറയരുത്. പറയും പറയും പറയും. കീഴ്ക്കാവിലമ്മേ, എന്റെ വേൾഡ് ട്രേഡ് സെന്റർ തകർന്നു പോയി. എന്റെയൊക്കെ സമയത്ത് ഒരു കാലത്തും. അതെന്താ മറ്റേ കാലത്തില്ലേ? അതല്ല, എന്റെയൊക്കെ സമയത്ത് ഒരു കാലത്തും ഞങ്ങൾ രാജഗുരുവിനോട് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. അതെ, എനിക്കും തോന്നി ചേട്ടൻ ചെയ്തത് ഒട്ടും ശരിയായി. ഞാൻ കാണിച്ചു തരാം. ഈശ്വര, അടുത്തുണ്ടായിരുന്ന പെന്തകളും തകർന്നു പോയി. രാജഗുരു ഗുരുമാത വിളിക്കുന്നു. ഇനി വിളിച്ചിട്ട് എന്ത് കാര്യം? എന്നിലിനി ഔഷധ ഗുണമില്ല. രായാവേ, ദോണ്ട കാളകയെ നമ്മൾ ആക്രമിക്കാൻ വരുന്നു. സിംഹാസനങ്ങളുടെ കാലൻ, രാജാക്കന്മാരുടെ അന്തകൻ കാളകയൻ നമ്മളെ ആക്രമിക്കാൻ വരണമെന്ന്. തള്ളെ, ഞാൻ ഇത്ര ബിൽഡപ്പ് കൊടുക്കുമ്പോ നിങ്ങൾക്കൊന്നും മിനിമം പ്യാടിച്ചൂടെ? ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഓക്കേ, ഓൾറൈറ്റ്, എല്ലാം ഞാൻ ശരിയാക്കി തരാം. എന്ത്? എല്ലാം ശരിയാക്കി തരുമോ? എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഓക്കേ, ഓൾറൈറ്റ്. രക്ഷപ്പെട്ടു. എന്ത് രക്ഷപ്പെട്ടു? ആരത്? ആ, പക്ഷെ എല്ലാം ശരിയാക്കി തരാന്ന് പുള്ളി ഏറ്റിട്ടുണ്ട്. അതിന് എന്താ ശരിയാക്കി തരണെന്ന് അയാൾ കേട്ടോ? ഇല്ല. അത് മലങ്കര ആശുപത്രിയുടെ അഡ്മിനിസ്ട്രേറ്റർ വിക്സം സാറല്ലേ? അല്ല, 1500 സൈനികരെ ആനപ്പടയും കുതിരപ്പടയും നീ എടുത്തു. തെക്ക് ഭാഗം നീ നോക്ക്. അപ്പോ ഞാൻ 100 സൈനികരെയും കേരള വസ്ത്രാലയിൽ നിന്ന് ഒരു 20 ലുങ്കിയും റേഷൻ കടന്ന് 2 കുപ്പി മണ്ണെണ്ണയും പിന്നെ പറമ്പിൽ നിന്ന് ഒരു 20 പനയും നീ എടുത്തോ. വടക്ക് ഭാഗം നിനക്ക് ലുങ്കിയും പനയും. വാട്ട് യു മീൻ? ലുങ്കി കത്തിച്ചെറിയലും പനയിൽ ആംഗ്രി ബേർഡ്സ് കളിക്കലുമാണല്ലോ നിന്റെ തന്ത്രം. 100 സൈനികരെയും 20 മുണ്ടും വെച്ച് യുദ്ധം ചെയ്യിക്കാൻ ഞാനെന്താ യേശു ക്രിസ്തുവോ? ഖജനാവിൽ ഒരു പൈസ പോലും ഇല്ലാതെ ഇവിടെ നാട് ഭരിക്കുന്നില്ലേ
പാക്കേജുകൾ പ്രഖ്യാപിക്കുന്നില്ലേ, മെസ്സിയെ കൊണ്ടുവരുന്നില്ലേ? അപ്പൊ ഇതും നടക്കും. അയ്യോ, മരണം 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 മരണം. എന്താണ് മരണം? യുദ്ധം ജയിച്ചാൽ ആഘോഷിക്കാൻ ഞാൻ വാങ്ങിവെച്ച പൈന്റ് രുചിച്ചു നോക്കാതെ തോൽവി സമ്മതിക്കുന്നത് മരണം. യുദ്ധം ജയിക്കുന്നത് ആഘോഷിക്കാൻ പട്ടായയിൽ ഞാൻ ബുക്ക് ചെയ്ത പാക്കേജ് അറിയാതെ തോൽവി സമ്മതിക്കുന്നത് മരണം. യുദ്ധം ചെയ്യാൻ, പൈന്റ് അടിക്കാൻ, പട്ടായയിൽ പോയി അമ്പ് വിട്ട് കളിക്കാൻ ഞാൻ പോകുന്നു. ആരുണ്ട് എന്റെ കൂടെ? ഞാൻ ഞങ്ങളും. തള്ളേ, ഇത് ക്ഷയം തന്നെ. ഇത് നമ്മൾ അഖിൽ പോൾ ഡോക്ടറെ ഒന്ന് കാണിക്കണം, നല്ലത് കേട്ടാ. ഓ, പുള്ളി അതിന് ഓപ്പിലൊന്നും കാണത്തില്ലെന്ന്. രാവിലെ ബാറ്റും ബോളും തൂക്കി കളിക്കാൻ പോകുന്നുണ്ട്. ഇതൊരുമാതിരി കൊറിയൻ പടം പോലെ ആയല്ലോ. ഇതിന് സബ് ടൈറ്റിൽ ഒന്നുമില്ലേ? തള്ളേ, അങ്ങേര് പറയണത് എന്തിനാണെന്ന് വെച്ചാല്, അങ്ങേർക്ക് ഈ രാജ്യം അടിയറവ് വെച്ചില്ലെങ്കിൽ അങ്ങേര് ഈ രാജ്യങ്ങൾ മുടിക്കും കേട്ടാ. രാവിലെ കഴിച്ച മട്ടൻ ചോപ്സ് പല്ലിന്റെ ഇടയിൽ കയറിയതായിരുന്നു. ഇപ്പൊ ഓക്കെ. മലയാളം. എനിക്ക് അടിയറവ് പറയുക. ഇല്ലേ, എന്റെ തനിക്കൊണം നിങ്ങൾ അറിയും. തല്ലിപ്പൊളികളായ അപ്പനെ മോനെ ഞാൻ ഇക്ഷ ഇണ്ണ ഇട്ട ഇച്ച വരപ്പിക്കും. നിന്റെയൊക്കെ നെഞ്ചുണ്ടല്ലോ ഞാൻ പുഞ്ചപ്പാടാക്കും. പിന്നെ കൂടൽമാല എടുത്ത് ഞാൻ വടംവലി കളിക്കും. നിന്റെയൊക്കെ രക്തത്തിൽ കിടന്ന് ഞാൻ ഡാൻസ് കളിക്കും. അല്ല, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞതാണോ? അതെ രാജൻ, ഇത്രയും കുറച്ച് വാക്കിലോ കാടകീഴൻ ഒരു പണ്ഡിതൻ തന്നെ. സക്കപ്പര. ഒരു സോഡയും ഒരു പരിപ്പോടി. ആർക്ക്? എനിക്ക്. എനിക്ക് വിശക്കുന്നു. എടാ, നീ അവൻ പറഞ്ഞു പറയടാ. അണ്ണൻ എങ്ങനെ ഈ യുദ്ധം ജയിച്ച പൊറോട്ടയും ബീഫും പിന്നെ ഇവിടെ ബാൻ ചെയ്യും. ഇവിടെ പിന്നെ മദ്യം കണി കാണാൻ കിട്ടൂല. കേരള ഒരു ഡ്രൈ സ്റ്റേറ്റ് ആക്കി അണ്ണൻ മാറ്റും. നിന്റെ ഗോദ്രാസ്തൽമേ എന്താ ഒരു കഷ്ടപ്രസ്ത്രം Рубуеми махактевия. Оста! Сарапатия махактевте. Оста! Брашмайн конне минмanavi. നിസ്തു. ഞാനില്ല. അല്ല കാളയണ്ണ, നിനക്കിത് എന്തിനു പറ്റിയത്? ആ ബാഹുബലി പറയുക എന്റെ 2 കൈയും 2 കാലും തല്ലി ഒടിക്കൂന്ന്. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഒരു കൈ ബാക്കി വെക്കുമെന്ന് ചോദിച്ചപ്പോ അയാള് പറ്റില്ല എന്ന് പറഞ്ഞു. കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ടൻ. ഞാനില്ല ഇവന്മാരുടെ ഒക്കെ യുദ്ധം ചെയ്യാൻ. ഞാൻ കൂടില്ല. കുട്ടൻ പോവുക. അല്ല ബാഹു, നിങ്ങൾ എന്തിനു പറഞ്ഞത്? അയാൾക്ക് നമ്മുടെ പൊറോട്ടയും ബീഫും വേണമെന്ന് പോലും. പിന്നെ ഞാൻ ഇന്നലെ ബിവറേജിൽ പോയി കഷ്ടപ്പെട്ട് വാങ്ങിച്ച പൈന്റും പറ്റില്ലെന്ന് പറഞ്ഞപ്പം ഒരു തുള്ളിയെങ്കിലും തരുമെന്ന്. നാളെ ആണെങ്കിൽ ഡ്രൈ ഡേയും ഒരു തുള്ളി പോലും തരില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞു. ബാഹുബലി കാളകേനെ ഓടിച്ചേ, ബാഹുബലി കാളകേനെ ഓടിച്ചേ. മോനെ, വീണ്ടും അവൻ. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. കട്ടപ്പ, ഈ സിംഹാസനത്തിന്റെ അധിപനായ ഞാൻ ആജ്ഞാപിക്കുന്നു, നീ ബാഹുബലിയെ കൊല്ലണം, 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 കൊല്ലണം. ഇന്നാ ഇത് പിടിക്ക്. ഒന്ന് പോടാവേ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. കട്ടപ്പ, മുത്തശ്ശൻ, കട്ടപ്പനയിലെ കുട്ടപ്പൻ, പിൻവാതിൽ, വാക്ക്. മതി മതി, ഇനി അത് പറഞ്ഞിനെ അപമാനിക്കരുത്. ഞാൻ ചെയ്യാം. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? വെള്ളമടിച്ച് വാൾ വെച്ച് കിടന്നപ്പോ എന്നെ കിണറ്റിലേക്ക് തള്ളിയിട്ട് എന്നെ ഉണർത്തിയ എന്റെ ബാഹു
കുളിക്കടവിൽ ഉണിഞ്ഞു നോക്കാൻ പോയി പിടിക്കപ്പെട്ടപ്പോൾ എന്റെ മുണ്ടൂരി എന്റെ തലയിലിട്ട് എന്റെ നാളം മറിച്ച എന്റെ ബാഹു. ഈ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കാൻ എന്തിനിരിക്കണത്? പോയി ബാഹുബലി എന്നോട് കാര്യം പറയും, ബാക്കി മൂപ്പര് നോക്കിക്കോളുന്നു. ഓഹോ, അതെന്താണ് ഇപ്പൊ അങ്ങനെ ഡയലോഗ്? അങ്ങനെ ചെയ്താൽ എനിക്കെന്താണ് ഒരു ഇമ്പോർട്ടൻസ്? ഹൈപ്പർബലി കൺക്ലൂഷൻ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ഡോണ്ട് ആസ്ക് സച്ച് സിമ്പിൾ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസ്. I am the sorry, അളിയ. I am the sorry. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? അയ്യോ. മാമാ, ശത്രു അവിടെ. എങ്കിൽ വാൾ അങ്ങോട്ട്. മാമാ മാറിക്കോ. എന്റെ അന്തോന്യോസ് പുണ്യാള. ഹൈപ്പർബലി. അയ്യോ, മാമാ, നല്ല നിലാവുള്ള രാത്രി. മാമാ മാറിക്കോ. എന്റെ അത്തിപ്പാറ അമ്മച്ചി. ഹൈപ്പർബലി. ഇവരെന്താ ഭ്രാന്താണോ? കൊതു. ഷു ഷു. ഹലോ രാജൻ, നിങ്ങൾ ഈ വാള എവിടെ നിന്ന് വാങ്ങിച്ചതാ? അത് ഞാൻ അങ്ങ് ദൂരെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാ. ഓഹോ, എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് കുന്നംകുളം അരി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചൂടായിരുന്നു? ശരി. ബാഹു. മാമാ. എന്റെ അമ്മച്ചേ. അല്ല, മാമൻ എവിടെ? മാമാ, നിങ്ങൾക്കിതെന്ത് പറ്റി? കട്ടപ്പാ. കട്ടപ്പുക. എന്നെ ആരെങ്കിലും ഒന്ന് ആശുപത്രി കൊണ്ടുപോണ. ആ നിലവിളി ശബ്ദം വന്നിട്ടു. ഡോക്ടറെ, ഡോക്ടറെ, എന്റെ മാമൻ, എന്റെ കട്ടപ്പണ്ണൻ. ഡോക്ടറെ. ശരണമയ്യപ്പ. ഗുഡ് മോർണിംഗ്. ഞാൻ ഡോക്ടർ സുബോധ്, അറ്റൻഡിംഗ് ഫ്രം കാശ്വാലിറ്റി. എന്ത് പറ്റിയച്ച? ഓ, ഇത് കൊള്ളാം, വാളല്ലേ. എന്തായാലും ഇവിടെ വരെ വന്നതല്ല, നമുക്ക് ICU കിടന്നിട്ട് പോകാം. എക്സ്ക്യൂസ് മീ, നിങ്ങളൊരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ. മാമാ. അല്ല, വന്നിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസ് കറക്റ്റ് സമയത്ത് കണ്ടു തുടങ്ങാമായിരുന്നു. ഡോക്ടർ, പേഷ്യന്റ് റെഡി. സക്സസ്. വാള് ഞങ്ങൾ ഊരിയെടുത്തിരിക്കുന്നു. നന്ദി ഡോക്ടറെ, 1000 നന്ദി. ബട്ട് ഇത് കട്ടപ്പയുടെ സ്വന്തം ആളല്ലേ? അല്ല, നിങ്ങളിത് എവിടുന്ന ഊരിയെടുത്തത്? എന്താ സംശയം? വാളിന്റെ ഉറയിൽ നിന്ന് തന്നെ. പ്രിസിഷൻ കെയർ വിത്ത് റോബോട്ടിക്സ്. വാൾ ഉറയിൽ നിന്ന് ഊരാനാണെങ്കിൽ ഞങ്ങൾ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുവരണോ? അല്ല, അയാളുടെ മുതുകിലെ വാളോ? അത് വാളാണോ വാഴക്കായാണോ എന്നറിയാൻ ഞങ്ങൾ ഒരു സ്കാനിങ്ങിന് അയച്ചിട്ടുണ്ട്. ഡോക്ടർ, സ്കാനിംഗ് റിപ്പോർട്ട് റെഡി. ഇതെന്താ കട്ടപ്പ, നിന്റെ മുതുകിൽ ടെൻഡടിച്ചോ? ആ വാളിരുന്നത് ഞരമ്പിന്റെയും രക്തക്കുഴലിന്റെയും അടുത്താണ്. വാൾ ഊരിയാൽ ഒന്നുകിൽ അരയ്ക്ക് താഴേക്ക് തളർന്നു പോകും, അല്ലെങ്കിൽ രക്തം വാർന്ന് മരിക്കും. എന്നിട്ട് ഞങ്ങൾ മയക്കുമരുന്നിന്റെ ഉസ്താദ് ഡോക്ടർ അജിത്തിനെ വിളിച്ച് ഒരു ബ്ലോക്ക് കൊടുത്തു. അദ്ദേഹത്തിന്റെ PRPയും
ബാബു സാറിന്റെ ഓസോണും സമം ചേർത്ത് ഒരു പിടി പിടിച്ചു. നൗ ഹി ഈസ് പെർഫെക്റ്റ്ലി ഫൈൻ. വേദനകൾക്കൊരു സംഹാരി. PRP ആൻഡ് ഓസോൺ തെറാപ്പി. അല്ല, അപ്പൊ ഈ മുതുകിലെ വാളെങ്ങനെ എടുക്കും? സ്കാർ ഇല്ലാതെ എടുക്കാനാണെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ ഇളയ ദളപതി വിജയുണ്ട് ഇവിടെ. ഇനി അതല്ല, ഈ കമ്പിയാണ് പ്രശ്നമെങ്കിൽ കമ്പി വിദഗ്ധൻ ഡോക്ടർ ഫെബിൻ ഉണ്ടല്ലോ. അപ്പൊ ഇത് എന്നെടുക്കാനാ? അത് നമ്മുടെ പുതുപുത്തൻ ഓപ്പറേഷൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്താൽ അപ്പ എടുത്തിരിക്കും. ഈശ്വര.